ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ സുരക്ഷാ വീഴ്ചയില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. മന്ത്രി ഇല്ലാത്ത സമയത്ത് വസതിക്ക് വേണ്ട സുരക്ഷ നൽകി. കൂടുതൽ പോലീസ് സേന എത്താൻ വൈകിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കന്റോൺമെന്റ് ACPയുടെ റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. ഇതോടെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാവില്ല. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, വെരി ഗുഡ് മോർണിംഗ്. ഹരി, നമ്മൾ ഇന്നലെ രാവിലെ ഏകദേശം ഈ സമയത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംഘടിച്ച് മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലേക്ക് ഓടിപ്പാഞ്ഞു വരുന്നത്. ഒരു സർപ്രൈസ് നീക്കമായിരുന്നു. ഇന്ന് വീരേന്ദ്രസ്വാമി നടത്തിയതുപോലെ ഒരു ദീർഘദൂര ഓട്ടത്തിന് വരുന്ന പോലെയൊക്കെ വരിക, എന്നിട്ട് വളരെ പെട്ടെന്ന് തള്ളിക്കയറി ഗേറ്റ് തുറക്കുക. അവിടെ ആകെ ഉണ്ടായിരുന്നത് 3 സാധാരണ CPOക്കാർ മാത്രമാണ്. അവരാകെ പകച്ചുപോയി. അവരാൽ കഴിയുന്ന വിധം പ്രതിരോധിക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഒടുവിൽ മന്ത്രിയുടെ വസതിയുടെ മുന്നിലെ ഡോറിന് മുന്നിൽ റീത്ത് സമർപ്പിച്ചാണ് പോയത്. ഇപ്പോൾ ACPയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഗുരുതര വീഴ്ചയില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഹരി, അരുൺ, വെരി ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഒരു വീഴ്ചയില്ല എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ മന്ത്രി ഇല്ല ഔദ്യോഗിക വസതിയിൽ, മന്ത്രി ഉണ്ടായിരുന്നില്ല, പത്തനംതിട്ടയിലായിരുന്നു. ഇക്കാര്യം നേരത്തെ തന്നെ പോലീസിനെ അറിയുകയും ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണഗതിയിൽ നിർത്തുന്ന തരത്തിൽ ഒരു 3 പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ നിർത്തി. അവരാണ് അവിടെ സുരക്ഷ ഒരുക്കിയിരുന്നത്. മന്ത്രി ഇല്ലാത്ത ഔദ്യോഗിക വസതിക്ക് അതിനപ്പുറത്തേക്ക് സുരക്ഷ ഒരുക്കേണ്ട ആവശ്യകതയില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് പക്ഷേ മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടായിരുന്നു. അതല്ലാതെ മന്ത്രി ഇല്ലാത്ത ഔദ്യോഗിക വസതിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിക്കൊണ്ട് അകത്തേക്ക് തള്ളിക്കയറുകയും അവിടെ റീത്ത് വെക്കുകയും ചെയ്യും എന്നുള്ള കാര്യം അവർ കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പോലീസുകാരെ സാധാരണ രീതിയിൽ വിന്യസിക്കുന്നത് പോലെ തന്നെയായിരുന്നു ഇന്നലെയും ചെയ്തത്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വന്നു. സ്വാഭാവികമായിട്ടും അവർ ഗേറ്റ് തള്ളി തുറന്നു. പക്ഷേ ഒരു പ്രധാന വാതിലിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് റീത്ത് വെക്കുക എന്നുള്ളതായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രവൃത്തി. അതാണ് ഇന്നലെ വലിയ രീതിയിൽ തിരിച്ചടിയായത്. പക്ഷേ 15 മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് സംഘം, കൂടുതൽ പോലീസ് സേന എത്തി, വാഹനം എത്തി, മറ്റ് സംവിധാനങ്ങൾ എത്തി. അതെല്ലാം തന്നെ സാധാരണ പോലെ, അതായത് ഒരു തരത്തിലുള്ള വീഴ്ചയും ഇല്ലാതെ പോലീസ് സംവിധാനം എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ അപ്പോഴും അവിടെ ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ട് പോലും ഒരു 2 പോലീസുകാരെ പോലും അധികമായി ഇടാതെ പതിവ് സുരക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാതെ ഇരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനിയിപ്പോൾ ഒരു നടപടി ഉണ്ടാകില്ല. കന്റോൺമെന്റ് CAക്കെതിരെയോ അല്ലെങ്കിൽ മറ്റുദ്യോഗസ്ഥർക്കെതിരെയോ ഒന്നും തന്നെ ഒരു നടപടി ഉണ്ടാകില്ല. ഇതോടുകൂടി പ്രശ്നം അവസാനിപ്പിക്കാനാണ് സിറ്റി പോലീസ് കമ്മീഷൻ അടക്കമുള്ളവരുടെ തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ 25 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. നിയമം ഷജീർ ഉൾപ്പെടെ അതിലുണ്ട് എന്നുള്ളതാണ്. 28,000 രൂപയുടെ കേടുപാടുകൾ മന്ത്രിമന്ദിരത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മന്ദിരത്തിന് സംഭവിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിന്നലെ കണ്ടതനുസരിച്ച് ഗേറ്റ് തള്ളി തുറന്നു പോയി എന്ന് ഒഴിച്ചു നിർത്തിയാൽ 28,000 രൂപ ഇനി എവിടെയാണെന്ന് അറിയില്ല. ഒരുപക്ഷെ റീത്തൊക്കെ വയ്ക്കുന്ന സമയത്തുള്ള കേടുപാടുകൾ വാങ്ങിക്കാനാണോ? അങ്ങനെയൊക്കെയാണ് പോലീസ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അതങ്ങനെ ആയിരിക്കുമല്ലോ. 5,000 രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചാലും 50,000 രൂപ എഴുതി ചേർക്കുന്നതാണ് ഒരു രീതി.